കൊലവർഷം 1200 ആണ്ട്, അതായത് 2024 ഓഗസ്റ്റ് മാസം 17 തീയതി മുതൽ 2025 ഓഗസ്റ്റ് മാസം 16 തീയതി വരെയുള്ള ഒരു വർഷക്കാലം മകം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു വർഷക്കാലം പൊതുവെ മകനക്ഷത്രക്കാർക്ക് യാത്രാക്ലേശവും അന്യദേശവാസവും ഒക്കെ ധാരാളമായിട്ടുണ്ടാകും. യാത്രയിൽ നിന്നുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട ഒരു കാലഘട്ടമായിരിക്കും. വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. അന്യദേശത്ത് പോയിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ജോലി സംബന്ധമായിട്ടോ അല്ലാതെയൊക്കെ അന്യദേശത്ത് പോയിട്ട് താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് കൂടുതലായിട്ട് അവരുടെ പ്രവർത്തനം വളരെയധികം സജീവമായിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചാൽ പോലും അതിന് അർഹമായിട്ടുള്ള ഒരു അംഗീകാരങ്ങളോ ഒന്നും ലഭിക്കുന്നതിന് ഈ ഒരു വർഷക്കാലം ഇടയാകാൻ സാധ്യതയില്ല. പക്ഷേ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. വിദേശത്ത് സ്ഥിരതാമസത്തിന് വേണ്ടി PR പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം അപ്ലൈ ചെയ്തിട്ട് വളരെ കാര്യങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതിനുള്ളൊരു അവസരം ഈ ഒരു വർഷക്കാലം ഉണ്ടാവും. ധർമ്മപ്രവർത്തികൾക്കും അതുപോലെ തന്നെ പുണ്യപ്രവർത്തികൾക്ക് എല്ലാം വേണ്ടിയിട്ട് വളരെയധികം സമയം ഈ ഒരു വർഷം കൂടുതലായിട്ട് ചിലവഴിക്കും. സ്വമേധയാ അതിനിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കിടക്കുന്ന പല വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളെല്ലാം ഈ ഒരു കാലത്ത് ചെയ്യും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടാവുക. ബന്ധുജനങ്ങളോടൊപ്പം ഉല്ലാസയാത്രകളും അതുപോലെ തന്നെ പുണ്യയാത്രകളും തീർത്ഥയാത്രകളെല്ലാം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലം മകനക്ഷത്രക്കാർക്ക് ഉണ്ടാവും. പൊതുവെ ഗുണപ്രദവും ചെറിയ ദുഃഖ സമ്മിശ്രവുമായിട്ടൊരു കാലഘട്ടമായിരിക്കും മകനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഉണ്ടാവുക. കൊലവർഷം 1200 ആണ്ട് മകനക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.